യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങൾ ഇരുട്ടിലായ വാർത്ത അറിഞ്ഞു കാണുമല്ലോ. പൊതുഗതാഗതവും വ്യോമയാന പ്രവർത്തനങ്ങളും അടക്കം എല്ലാം തടസ്സപ്പെടുത്തി രാജ്യത്ത് അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കപ്പെട്ട ആ വലിയ പവർക്കട്ട് തിങ്കളാഴ്ചയാണ് ഉണ്ടായത്. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളായിരുന്നു പവർക്കട്ടിന്റെ പ്രധാന ഇരകൾ. ഫ്രാൻസിന്റെ ചില തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളും ഇരുട്ടിലായി. അതിന്റെ എല്ലാം കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സൈബർ അറ്റാക്ക് വരെ ആ മാസീവ് ബ്ലാക്ക് ഔട്ടിന് പിന്നിലുണ്ടെന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അറ്റത്താണ് സ്പെയിനും പോർച്ചുഗലും ഒക്കെ ഉൾപ്പെടുന്ന ഐബീരിയൻ പെനിൻസുല ഉള്ളത്. തിങ്കളാഴ്ച പകൽ ഏകദേശം 12:30 സ്പെയിനിലും 11:30 പോർച്ചുഗലിലും പെട്ടെന്ന് വൈദ്യുതി മുടങ്ങി. ഒരു കറണ്ട് കട്ടല്ലേ വരുമായിരിക്കുമെന്ന് കരുതി അവഗണിച്ചവരൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് വിയർക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോയ കറണ്ട് തിരിച്ചു വന്നില്ല. മാഡ്രിഡും ബാഴ്സലോണയും ലിസ്ബണും അടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം വൈദ്യുതി ഉപയോഗിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും താറുമാറായി. മെട്രോ നിലച്ചു, എയർപോർട്ടുകൾ അടച്ചു, ഫ്ലൈറ്റുകൾ മുടങ്ങി, എങ്ങും പ്രശ്നങ്ങൾ. വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ പൊതുജനം വലഞ്ഞു. പകലങ്ങ് കഴിഞ്ഞതോടെ രണ്ട് രാജ്യങ്ങളും ഇരുട്ടിൽ. എങ്ങും ഒരു തരി വെളിച്ചം പോലുമില്ല. ജനറേറ്റർ കൊണ്ട് ഇത്തിരി നേരം വെളിച്ചം കണ്ട സ്ഥലങ്ങളിലാകട്ടെ ആളുകൾ തടിച്ചുകൂടി. ആശുപത്രികളിലും മറ്റും ഓപ്പൺ വൈഫൈ ഉപയോഗിക്കാൻ ആളുകൾ കൂട്ടം കൂടിയെത്തിയ കാഴ്ച ബാഴ്സലോണ ആദ്യമായി കാണുകയായിരുന്നു. കാറ്റലോണിയയിൽ ലിഫ്റ്റിൽ കുടുങ്ങിയത് 600 പേരാണ്. സ്പെയിനിലെ ഒരു കുഞ്ഞൻ നഗരത്തിൽ ട്രെയിനിൽ കുടുങ്ങിയ 35,000 ആളുകളെ എമർജൻസി ജീവനക്കാർ എത്തി രക്ഷപ്പെടുത്തേണ്ട അവസ്ഥ പോലും ഉണ്ടായി. സ്പെയിനിലെ എൽ പൈസ് പത്രം റിപ്പോർട്ട് ചെയ്തതുപോലെ 19-ാം നൂറ്റാണ്ടിലേക്ക് പോയ അവസ്ഥയായിരുന്നു രണ്ട് രാജ്യങ്ങളിലും. ഫോണും ലാപ്പും എന്തിന് TV പോലും ഉപയോഗിക്കാനാകാതെ ആളുകൾ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയായിരുന്നു. ഏതാണ്ട് 10 ദശലക്ഷം ആളുകളെ വൈദ്യുതി മുടക്കം പ്രത്യക്ഷത്തിൽ ബാധിച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് വരെ മാറ്റിവെക്കേണ്ട സാഹചര്യം നീണ്ടത് 12 മണിക്കൂറാണ്. എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. ഐബീരിയൻ പെനിൻസുലയിലേക്ക് കറണ്ട് എത്തിക്കുന്ന സംവിധാനത്തിലെ ഏതോ കേബിളിന് സംഭവിച്ച തകരാറാണ് പവർ കട്ടിന് കാരണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി അഥവാ എനിസയുടെ പ്രതികരണം. പവർ പ്ലാന്റുകളിൽ നിന്ന് ഉപയോക്താക്കളിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന പവർ ഗ്രിഡിൽ അമിതമായ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു കാരണമായി മറ്റു വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബെൽജിയത്തിലെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഓപ്പറേറ്റർമാർ അമിതമായി പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രിഡ് പ്രവർത്തനരഹിതമാകുന്നതിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. വൈദ്യുതി വിതരണം ചെയ്യുന്ന പവർ ഗ്രിഡുകളിൽ കറണ്ട് അധികമാകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. അങ്ങനെ വന്നാൽ അവ പ്രവർത്തിക്കുന്നത് ബുദ്ധിമുട്ടാകും. സ്പെയിനിൽ സോളാർ, വിൻഡ് എനർജി വഴി പവർ ഗ്രിഡിലേക്ക് അമിതമായി വൈദ്യുതി എത്തുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഓവർ സപ്ലൈ ആണോ വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നത് അന്വേഷിച്ചു വരികയാണ് അധികൃതർ. ഇതിനിടെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണോ പവർ കട്ട് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. അന്തരീക്ഷത്തിലുണ്ടായ അത്യപൂർവമായ ഒരു പ്രതിഭാസമാകാം പവർ കട്ടിന് കാരണമെന്നത് പോർച്ചുഗലിന്റെ എനർജി സെക്ടർ കമ്പനിയായ റെന്നിന്റെ സംഭാവനയായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് പോർച്ചുഗൽ പവർ കട്ടിന്റെ കാരണം കാട്ടി ജനങ്ങൾക്ക് മെസ്സേജ് നൽകിയതും. സ്പെയിനിൽ അന്തരീക്ഷത്തിലെ താപനിലയിൽ പെട്ടെന്നുണ്ടായ വ്യതിയാനം കൊണ്ട് വൈദ്യുതി മുടങ്ങിയെന്നായിരുന്നു ആ സന്ദേശം. പക്ഷേ ഈ വാദം തള്ളിക്കൊണ്ട് അവർ തന്നെ പിന്നീട് രംഗത്ത് വരികയും ചെയ്തു. അത് റെന്നിന്റെ ഔദ്യോഗിക വിശദീകരണമല്ല എന്നതായിരുന്നു വാദം. പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയി മോണ്ടിനെഗ്രോ പറയുന്നത് പവർ കട്ട് സ്പെയിനിന്റെ സംഭാവനയാണ് എന്നാണ്. ഇതിനെ എതിർക്കാനോ അംഗീകരിക്കാനോ ഉള്ള കണ്ടെത്തലൊന്നും സ്പെയിൻ ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിലും പവർ കട്ടിനുള്ള ഒരു കാരണവും തള്ളിക്കളയാനാകില്ല എന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ്. പവർ കട്ടിന് പിന്നിൽ സൈബർ അറ്റാക്ക് ആണെന്ന വാദങ്ങൾ പക്ഷേ അദ്ദേഹം തള്ളിയിട്ടുമുണ്ട്. വൈദ്യുതി മുടക്കത്തിന് കാരണം സ്പെയിൻ ആണെങ്കിലും അല്ലെങ്കിലും ഇനി അത്തരമൊരു സംഭവം ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് പെട്രോ സാഞ്ചസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് യൂറോപ്യൻ കമ്മീഷൻ ഒരുങ്ങുന്നത്. 2 പതിറ്റാണ്ടിനിടെ യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ ബ്ലാക്ക് ഔട്ട് എന്നാണ് വൈദ്യുതി മുടക്കത്തിന് യൂറോപ്യൻ കമ്മീഷണർ ഫോർ എനർജി നൽകിയ വിശേഷണം. സംഭവം പരിശോധിക്കുന്നതിന് സ്പെയിനിനും പോർച്ചുഗലിനും എന്ത് സഹായവും ചെയ്യുമെന്ന് ഉറപ്പും നൽകുന്നുണ്ട് അദ്ദേഹം.